നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അമർ അക്ബർ അന്തോണിയിലൂടെ മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നേടിയ നാദിർ ഷാ തൻ്റെ കലാ ജീവിതത്തിലൂടെ പ്രയാണം തുടരുകയാണ്. ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം പതിപ്പ് ഉണ്ടാകുമോ? നമുക്ക് നാദിർ ഷായോട് ചോദിക്കാം. പാരഡി രംഗത്ത് എനിക്ക് തോന്നുന്നു അതുവരെ പാരഡി ഒന്നും അത്രത്തോളം ഒന്നും പ്രസക്തമായിരുന്നില്ല. പാരഡി രംഗത്തേക്കുള്ള നാദിർ ഷായുടെ വരവ്. നാദിർ ഷാ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ നേരാവണ്ണം പാടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നാദിർ ഷാ എന്നുള്ള ഗായകനെ ആരും അല്ലെങ്കിൽ കലാകാരനെ ആരും കാണില്ലായിരുന്നു. അതെ അതെ, നാദിർ ഷായുടെ പാരഡികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെ ഞാൻ കാണിക്കാം, അതിനുശേഷം ഒരു പാരഡിയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഒരു നല്ല കലാകാരൻ, നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഹ്യൂമൻ ബീയിങ്, അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നാദിർ ഷാ. ഞാൻ ബാലതാരമായിട്ട് അഭിനയിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് നാദിർ ഷായെ കാണുന്നത്. അപ്പം അന്ന് വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു ഫോറിൻ കൂടാ ഡാഡിക്കൊരു കാലം കൂടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള പാട്ടിൻ്റെ ഒരു പാരഡി ഗാനം. എനിക്കൊക്കെ ബൈഹാർട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബൈഹാർട്ടായിരുന്നു അന്ന് ആ പാട്ട്. അപ്പോൾ നാദിർ ഷായ്ക്ക് ഞാൻ ഫസ്റ്റിൽ അവർ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന പടത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ബോബനും മോളിയിൽ മോളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്താണ് ആദ്യമായിട്ട് കണ്ടിട്ട് ഞാൻ ഓടിപ്പോയിട്ട് ഈ പാട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് എന്നുള്ളത്. അമ്മയ്ക്കൊരു ഫോറും കൂടെ പാടാനാണോ? അത് മറന്നുപോയിട്ടുണ്ട് സാർ. അതിൻ്റെ ലിറിക്സ് നാദിർ ഷാ മറന്നതൊക്കെ ഞങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുക. അമ്മയ്ക്കൊരു ഫോറിൻ കോടാ, ഡാഡിക്കൊരു കാലം കോടാ, ബാക്കിയുള്ള പിള്ളേർക്കെല്ലാം നാട്ടിൽ നിന്നും നാടൻ കോടാ, ഗൾഫിൽ നിന്നും ലീവിൽ പോരുവാൻ പേടി തോന്നണ കാര്യം ഇതാ. അമ്മയ്ക്കൊരു ഫോറിൻ കോടാ, ഡാഡിക്കൊരു കാലം കോടാ. ജയസൂര്യ പറഞ്ഞൊരു കാര്യം, ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ്. പല പ്രശസ്ത സംവിധായകരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റ് സിനിമയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം സെക്കൻഡ് സിനിമയ്ക്കായിരിക്കും. എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്. സിദ്ദിഖ, എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഡയറക്ടർ സിദ്ദിഖ പറഞ്ഞ ഒരു ഉത്തരവ്, അവർ സിദ്ദിഖും ലാലും അവർ രണ്ടുപേരും കൂടി പറഞ്ഞ ഒരു ഉത്തരവാണ് അതിന് കൃത്യമായിട്ട്. എൻ്റെ അടുത്തത് രണ്ടാമത്തെ പടമല്ല ഞാൻ ചെയ്യാൻ പോണത്, മൂന്നാമത്തെ പടമാണ്. രണ്ടാമത്തെ പടം പിന്നെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് സിദ്ദിഖ് ലാൽ പറഞ്ഞ ഉത്തരം കൃത്യമായിട്ടൊരു എന്താ നർമ്മത്തിൻ്റെ മർമ്മം അറിയാവുന്നവരാണ് അവർ. അവരുടെ സിനിമകൾ ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യം ചിന്തിച്ചത് ഒറ്റ കാര്യമുള്ളൂ സാർ, സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന അവരെ കണ്ടു വളർന്നവരാണ് ഞങ്ങളെല്ലാം മിമിക്രി. അവർ സിനിമ സംവിധായകരായതിനു ശേഷമാണ് നമ്മൾ സംവിധായകരാകാം എന്ന് മിമിക്രിക്കാർക്ക് കൊതിയും ആവേശവും വന്നത്. ജയറാമേട്ടൻ സിനിമാ നടനായപ്പോൾ സിനിമയിലേക്ക് മിമിക്രിക്കാർക്കും വരാമെന്നുള്ളൊരു ആവേശം തോന്നിയ പോലെ ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു റാംജി റാവു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ജനത്തിന് ഇഷ്ടപ്പെട്ട പോലെ ഈ സിനിമയും ഇഷ്ടപ്പെടണം, അതുപോലെ ചിരിച്ചു, അതുപോലെ സന്തോഷിച്ചു എന്ന് മാത്രം പറയാം, അതിനപ്പുറത്തേക്ക് വേണ്ട എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. കാരണം സിനിമയുടെ നമ്മളുടെയൊക്കെ ഒരു മാക്സിമം എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരവർ. നാദിർ ഷാ ഒരു സിനിമയെങ്കിലും നന്നായി ചെയ്ത് ജനങ്ങളെ കാണിച്ച് ജനങ്ങളുടെ അംഗീകാരം അപ്രിസിയേഷനൊക്കെ കരഗസ്ഥമാക്കണം, അതായിരുന്നോ ആഗ്രഹം? അതെയോ സിനിമയിൽ ഉടനീളം നിത്യ സംവിധായകനായിട്ട് നിലനിൽക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? സാർ, ഇതെനിക്ക് അറിയാവുന്ന പണിയാണെന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അഹങ്കാരമല്ല, കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഈ പടത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അതെ എൻ്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരമാണെന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്. അതുപോലെ ഇതെൻ്റെ അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണ്. എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ജയസൂര്യ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും എല്ലാ രാത്രികളിലും പോയി ഭാഷാഭേദമില്ലാതെ കാണുന്ന ഒരാളാണ്. അതും പ്രേക്ഷകരുടെ ഇടയിൽ പോയിരുന്ന് കാണുള്ളൂ. മൾട്ടിപ്ലക്സിൽ മാക്സിമം അവിടെ മാത്രം വരുന്നതാണെങ്കിൽ മാത്രം അവിടെ പോയി കാണുള്ളൂ. അല്ലെങ്കിൽ സാധാ ലോക്കൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ. കാരണം പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെ ജനം കൂവും എവിടെ കൈയടിക്കും എന്ന് കൃത്യമായിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് സിനിമ കണ്ട് അവരുടെ പൾസ് അറിഞ്ഞിട്ട് മാത്രം അവരാണ് സിനിമ ചെയ്യാനായിട്ട്. ഈ സിനിമ ചെയ്തപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ വഴികാട്ടികൾ അവരായിരുന്നു. സംഗീത സംവിധാനം, പാട്ടെഴുത്ത്, സംവിധാനം, ഒന്ന് ആലോചിച്ചോ, ഇത് ഞാൻ കൈവെക്കണോ അതേ ഞാൻ കൈവെക്കണം, എൻ്റെ ഒരു സ്റ്റാമ്പ് വേണം. ഇതിലെ പാട്ടുകൾ, ഈ സിനിമയിലെ പാട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സെൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ജഗമുഖ പാട്ടുകളാണ് ഈ സിനിമയ്ക്ക് ആവശ്യം. അതെനിക്കുണ്ടെന്ന് അറിയായിരുന്നു. അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ടൊരു മ്യൂസിക് റഫായിട്ട് നമ്മൾ ചെയ്തു. ഇത്തരത്തിലുള്ള പാട്ടുകൾ വേണം എൻ്റെ സിനിമയിൽ. ആദ്യം ഇതിന് വേറെ മ്യൂസിക് ഡയറക്ടറെയാണ് ഫിക്സ് ചെയ്തിരുന്നത്.
അദ്ദേഹത്തിന് അഡ്വാൻസും കൊടുത്തു. സിനിമ നീണ്ടു പോയി വന്നതുകൂടി അദ്ദേഹത്തിന് കറക്റ്റ് അമേരിക്ക പോകേണ്ട സമയത്താണ് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തെയും കുറ്റം പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിനിമ ജനുവരി തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ടൈമിൽ മ്യൂസിക് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ്. പിന്നീട് സിനിമ നീണ്ട് ഇവരുടെ 3 ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് നമുക്ക് കിട്ടി. സിനിമ മെയിലാണ് തുടങ്ങിയത്. ആ സമയത്ത് മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത് ദീപക് ദേവിനായിരുന്നു. ദീപക് ദേവ് സിദ്ദിഖ് ലാൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക പോയി. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് നിന്നിട്ട് എൻ്റെ പടത്തിന് 2-3 പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ വേറൊരാളെ തീരുമാനിച്ചിരുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പാട്ടുകളാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു റെഫറൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കേട്ടപ്പോൾ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞ് നമ്മുടെ കൂടെ ആർട്ടിസ്റ്റുകളും പറഞ്ഞ് നാദിർഷക്ക ഈ പാട്ടിൻ്റെ റെഫറൻസ് ഇത് തന്നെ മതി പടത്തിൽ, ഇത് ഹിറ്റാകും, ഈ പാട്ടുകൾ ഈ ട്യൂണും ഇത് മതി, അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ആളെ തപ്പണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ഒരു വൈക്ലബ്യം ഉണ്ടായില്ല. ഇല്ല, ധൈര്യമായിട്ട് ചെയ്തു. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ.